ായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ, പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടൊന്നും പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാർ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ 2024 നിന്ന് 2025 നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുന്ന ഒരു സമയം. നമ്മുടെയൊക്കെ മനസ്സിൽ സാധാരണ കടന്നു വരുന്ന, നമ്മുടെ നാവിൽ സാധാരണ കടന്നു വരുന്നൊരു സംസാരം, എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോയത്, എത്ര പെട്ടെന്നാണ് ആ ദിവസം കടന്നു പോയത്, ഇന്നലെ എന്നതുപോലെ തോന്നുന്നു എന്നൊക്കെ പലതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. അഥവാ അന്ത്യനാളിൻ്റെ ഒരു അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് യതഖാറബുസ്സമാൻ, കാലം അടുപ്പിക്കപ്പെടും. അഥവാ ദിവസങ്ങൾ വളരെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതായി, വളരെ പെട്ടെന്ന് ഒരു വർഷത്തിന് ശേഷം അടുത്ത വർഷം, ഒരു മാസത്തിന് ശേഷം അടുത്ത മാസം, വളരെ പെട്ടെന്ന് അങ്ങനെ കാലങ്ങൾ കടുപ്പമുണ്ടാകും, കാലങ്ങൾ അടുപ്പിക്കപ്പെടും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു മാസം പോലെ കടന്നു പോകും. ഒരു മാസം ഒരാഴ്ച പോലെ കടന്നു പോകും. ഒരാഴ്ച ഒരു ദിവസം പോലെ കടന്നു പോകും. ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ കടന്നു പോകും. ഒരു മണിക്കൂർ ഒരു വസ്തുവിനെ തീ പിടിച്ചാൽ എത്ര വേഗത്തിൽ ആളിപ്പിടിക്കുന്നുവോ അത്ര വേഗത്തിൽ മിനിറ്റുകളും മണിക്കൂറുകളും കൊഴിഞ്ഞു പോകുന്ന, കാലമടിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് 2025 നമ്മൾ പ്രവേശിക്കുമ്പോൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് വർഷത്തെക്കുറിച്ച് പറഞ്ഞു, അസ്സനതു കശ്ശജറ, വർഷം എന്ന് പറഞ്ഞാൽ ഒരു മരം പോലെയാണ്. വശുഹൂറു ഫുറൂഉഹ, അതിൻ്റെ ശാഖകൾ എന്ന് പറഞ്ഞാൽ അത് മാസങ്ങളാണ്. വലയ്യാമു അസ്വാനുഹ, അതിൻ്റെ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ ദിവസങ്ങളാണ്. വസ്സാഅതു ഔറാഖുഹ, അതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണിക്കൂറുകളാണ്. അങ്ങനെ അദ്ദേഹം ഓരോന്നും എണ്ണി പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആരാണോ ഫീ താഅത്തിൻ ഫസമറത്തിൻ ശജറതുഹു തയ്യിബ, അവന് കിട്ടുന്ന ആ വർഷമാകുന്ന ആയുസ്സാകുന്ന മരത്തെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട, അള്ളാഹുവിനെ അനുസരിക്കാനും നന്മകൾ വർദ്ധിപ്പിക്കാനും ആരാണോ ഉപയോഗപ്പെടുത്തുന്നത് അവന് വിജയമുണ്ട് എന്നുള്ളതാണ്. അവൻ ആ മരം ഒരു ഏറ്റവും വിശിഷ്ടമായ ഒരു മരമായി അവന് മാറും. ഒമൻ കാനത്ത് ഫീ മഅസിയത്തിൻ, എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് അവൻ ആ ദിവസങ്ങളെ, വർഷങ്ങളെ, മാസങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ഒരു കൈപ്പുള്ള ആട്ടങ്ങയെ പോലെ, ഒരു കൈപ്പുള്ള വൃക്ഷം, ഫലം നൽകുന്ന വൃക്ഷം പോലെ അവനായിത്തീരും. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലാണെങ്കിൽ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഒരു വൃക്ഷമായി അവൻ്റെ ദിനരാത്രങ്ങൾ അവന് മാറും. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് അവൻ്റെ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൈപ്പേറിയ ഫലങ്ങൾ നൽകുന്ന ഒരു മരമായി അത് മാറുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആരാധനകൾ, ആ ആരാധനകളിൽ മുടക്കം വരാതിരിക്കാൻ അവൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ജീവിതത്തിൽ അവന് കിട്ടിയ ആയുസ്സിനെ നന്മയിലേക്ക് ഉപയോഗിക്കാൻ അവന് ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട, അവൻ്റെ ജീവിതത്തിൽ ആയുസ് അവൻ വിനിയോഗിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആരാധനകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ ആയുസ്സിനെ അവൻ മുന്നോട്ട് നീക്കേണ്ടത്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞത്, ഒരു ഫലഭൂയിഷ്ഠമായ മരമായി അവൻ്റെ ജീവിതത്തിൽ ആ വർഷം മാറും. അത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്.
ചരിത്രത്തിലെ 3 ശ്രദ്ധേയമായ സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ശത്രുക്കൾ ക്രൂശിൽ തറയ്ക്കാൻ, കൊന്നുകളയാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നിമിഷം, അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, ഇസ്ലാമിക ആദർശത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊന്നുകളയാൻ ശത്രുക്കൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷം, ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് ഈ സമയത്ത് താങ്കളുടെ ആഗ്രഹം? മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലി റകഅത്തൈൻ, എനിക്ക് എൻ്റെ റബ്ബിന്റെ മുന്നിൽ 2 റകഅത്ത് നമസ്കരിക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാന നിമിഷമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് പറയാം, എനിക്ക് എൻ്റെ മക്കളെ കാണണം, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്കൊന്ന് പോകണം. അദ്ദേഹത്തിന് ഒട്ടനവധി ആഗ്രഹങ്ങൾ പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് 2 റകഅത്ത് നമസ്കരിക്കണം. ചരിത്രത്തിൽ കാണാം, വളരെ പെട്ടെന്ന് അദ്ദേഹം നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ നമസ്കാരം ദീർഘിപ്പിച്ചാൽ ശത്രുക്കൾ എനിക്ക് മരണഭയമുണ്ടോ എന്ന് പേടിക്കും, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമസ്കാരം ചുരുക്കിയത് എന്ന് പ്രതികരിക്കുന്ന മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ ശത്രുക്കൾ അദ്ദേഹത്തെ അറുകൊല ചെയ്യുകയാണ്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മാംസം വാർന്നെടുക്കുകയാണ്. തന്റെ ജീവിതത്തിൽ അവസാനത്തെ നിമിഷവും അദ്ദേഹം ആഗ്രഹിക്കുന്നത് 2 റകഅത്ത് നമസ്കാരത്തെ കുറിച്ചാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 സഹാബികളുടെ തോളിൽ കൈയിട്ട് പള്ളിയിലേക്ക് കടന്നു വരുന്ന രംഗം, കാല് നിലത്തുറയ്ക്കുന്നില്ല. പ്രവാചകൻ പള്ളിയിലേക്ക് കടന്നു വരുന്നു. പ്രവാചകന്റെ കാലുകൾ മണ്ണിലൂടെ വലിഞ്ഞ ഒരു പാട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകൾ നിലത്തുറയ്ക്കാതെ വലിച്ചിഴച്ചുകൊണ്ട് കടന്നു വന്ന പ്രവാചകന്റെ കാൽപാദത്തിന്റെ ചരിത്രം മദീനയുടെ മണലാരണ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകന്റെ ചുണ്ട് എന്തോ മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു, വ്യക്തമാകുന്നില്ല. എന്താണ് പ്രവാചകൻ പറയുന്നത് എന്ന് കൃത്യമായി എനിക്ക് തിരിയുന്നില്ല. ഞാൻ എൻ്റെ ചെവി പ്രവാചകന്റെ ചുണ്ടിനോട് അടുപ്പിച്ചു വെച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞിരുന്നൊരു വാചകം, അസ്സലാത്ത് അസ്സലാത്ത്, നമസ്കാരം നമസ്കാരം. നമസ്കാരത്തെ ശ്രദ്ധിക്കണേ. എപ്പോഴാ പറയുന്നത്? ജീവിതത്തിൽ വിടവാങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലോക ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന നമസ്കാരത്തെ കുറിച്ചാണ്. മൂന്നാമതായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശത്രു അതിശക്തമായി ആ നമസ്കാരത്തിൽ വെച്ച് അദ്ദേഹത്തെ കുത്തി വീഴ്ത്തുകയാണ്. ആ നമസ്കാരത്തിൽ ബോധരഹിതനായി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു താഴേക്ക് വീഴുകയാണ്. ബോധം തെളിയുമ്പോൾ അദ്ദേഹത്തിന്റെ വയറ്റിൽ ഒരു തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്. വൈദ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. വല്ലാത്ത വേദനയുടെ, വല്ലാത്ത പ്രയാസത്തിന്റെ, കടിച്ചമർത്തപ്പെട്ട വേദനയുടെ സമയത്തും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാം, നമസ്കാരം ഉപേക്ഷിക്കുന്നതിന് ഇസ്ലാമിൽ യാതൊരുവിധ സ്ഥാനവുമില്ല കേട്ടോ. എപ്പോഴാ പറയുന്നത്? ശരീരത്തിൽ അതിശക്തമായി തുളച്ചു കയറിയ കത്തിയുടെ മൂർച്ച അതിശക്തമായി ശരീരത്തിൽ തുളച്ചു കയറി മറുവശത്തെത്തി മരണത്തിന്റെ അവസാന നിമിഷവും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, ആരാണോ നമസ്കാരം ഉപേക്ഷിക്കുന്നത് അവൻ ഇസ്ലാമിൽ യാതൊരുവിധ സ്ഥാനവുമില്ല. ഞാൻ 3 ചരിത്ര സംഭവങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 3 മരണാസന്നമായ രംഗങ്ങളാണ്. ഒന്ന് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഉമ്മത്തികൾക്ക്, നമ്മുടെ ഈ സമൂഹത്തിന് മാതൃകയായി ഉമറും ഫിൽ ജന്ന എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച, അതേപോലെ ഉത്തമരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ ഉത്തമരായ സഹാബികൾ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും അവർ മുറുകെ പിടിച്ചത്, അവർ വിളിച്ചു പറഞ്ഞത് നമസ്കാരത്തിന്റെ പ്രാധാന്യമായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിക്കണം, ആ നമസ്കാരത്തെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ നമസ്കാരത്തെ ചേർത്ത് പിടിക്കാൻ, ആ നമസ്കാരത്തിൽ ജീവിതത്തിൽ ഒരിക്കലും പാഴാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന അവ്വല മാ യുഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സലാത്തുഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരടിമയെ നാളെ പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം നമസ്കാരമാണ്. എന്നിട്ട് ആ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ഒന്നാമത്തെ വിചാരണയിൽ ഒരാൾ വിജയിച്ചാൽ, നമസ്കാരം വിചാരണ ചെയ്യുമ്പോൾ അവൻ വിജയിച്ചാൽ
വഅൻജഹ, അവൻ രക്ഷപ്പെട്ടു. വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ. പക്ഷേ നമസ്കാരം വിചാരണ ചെയ്യുമ്പോൾ എനിക്ക് നമസ്കരിക്കാൻ സമയമില്ല, ഞാൻ യാത്രയിലായിരുന്നു, ഞാൻ ടൂറിലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലിയുടെ തിരക്കിലായിരുന്നു, എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ എനിക്ക് മറ്റ് അനേകം കാര്യങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തിൽ അവൻ പരാജയപ്പെട്ടാൽ ഫഖദ് ഖാബ വഖസിറ, അവൻ നശിച്ചു, പരാജയപ്പെട്ടു. പഠിപ്പിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ പ്രത്യേകതയായി നമ്മെ പഠിപ്പിക്കുന്നു. വഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ. ആ പ്രവാചകന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? വഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാൻ, റബ്ബിന്റെ വചനങ്ങൾ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെട്ടാൽ ഖറൂ സുജ്ജദൻ വബുകിയ, അവർ സുജൂദിൽ വീഴും, റബ്ബിന്റെ മുന്നിൽ പ്രണാമത്തിൽ വീണ് കരഞ്ഞ് അല്ലാഹുവിന് മുന്നിൽ ആരാധനകൾ അർപ്പിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. അത് പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയായി, പ്രവാചകന്മാരുടെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതിന് തൊട്ട് താഴെയുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ പഠിപ്പിക്കുകയാണ്. വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉസ് സ്വലാത വത്തബഉസ് ശഹവാതി ഫസൗഫ യൽഖൂന ഗയ്യാ. എന്നാൽ ഒരു ദുഷിച്ച തലമുറ ലോകത്ത് കടന്നു വരും, ഒരു ദുഷിച്ച തലമുറ ലോകത്ത് കടന്നു വരും. ആ തലമുറയുടെ പ്രത്യേകത എന്താണ്? അദാഉസ് സ്വലാത്ത്, നമസ്കാരത്തിന് അവർ ഒരു വിലയും കൽപ്പിക്കുകയില്ല. നമസ്കാരത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത, ഒരു പരിഗണനയും കൽപ്പിക്കാത്ത, ഏറ്റവും ആദ്യം അവർ ഒഴിവാക്കുന്ന നമസ്കാരമായിരിക്കും. കല്യാണ സദസ്സുകളിൽ, ആർഭാട സദസ്സുകളിൽ, വിവാഹ സൽക്കാരങ്ങളിൽ, അതേപോലെ ഒട്ടനവധി രംഗങ്ങളിൽ ഇന്ന് ഏറ്റവും അധികം ഒഴിവാക്കപ്പെടുന്നത് എന്താണ്? നമസ്കാരമാണ്. അങ്ങനെ നമസ്കാരത്തെ ഒഴിവാക്കുന്ന ഒരു തലമുറ ലോകത്ത് കടന്നു വരും. അങ്ങനെ ഒഴിവാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇച്ഛകളുടെ പിന്നാലെ അവർ പോകും. ഉറങ്ങാൻ തോന്നിയാൽ അവർ ഉറങ്ങും, വിനോദങ്ങളുടെ പിന്നാലെ പോകാൻ തുടങ്ങി അതിന് പോകും. പക്ഷെ അതിനു മുന്നേ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് കൃത്യമായി നിർവഹിക്കേണ്ട നമസ്കാരം അവർ നിർവഹിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അവസാനം പഠിപ്പിക്കുന്നതാണ് അതിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിശക്തമാണ് താക്കീത്, അതിശക്തമാണ് താക്കീത്. ഇവിടെ നമ്മൾ ആലോചിക്കണം, അല്ലാഹു പറഞ്ഞ ആ ദുഷിച്ച തലമുറയുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ, നിങ്ങളുണ്ടോ, നമ്മളുണ്ടോ, നമ്മുടെ കുടുംബമുണ്ടോ എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഇന്ന് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം ഒരു വിഷയമേ അല്ല. ഷോപ്പിങ്ങുകളുടെ മുന്നിൽ, കളികളുടെ മുന്നിൽ, പർച്ചേസുകളുടെ മുന്നിൽ, ഉറക്കത്തിന് മുന്നിൽ, പലതിന്റെ മുന്നിൽ നമസ്കാരം അവർ നമസ്കാരം പാഴായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇച്ഛകളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് ആയുസ്സില്ലാതെയാവുക എന്നുള്ളത് ഒരാൾക്കും പറയാൻ കഴിയില്ല. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം, അതൊരു ബൈക്കാണെങ്കിൽ അതിന്റെ ഹാൻഡിൽ ഒന്ന് തട്ടിയാൽ തീരാവുന്നത്ര ദുർബലമാണ് മനുഷ്യന്റെ ആയുസ്. എന്നാൽ പലരും അശ്രദ്ധയിലാണ്. ചില ആളുകളുണ്ട്, ഇടയ്ക്കൊക്കെ പള്ളിയിൽ വരും, ജുമുഅയ്ക്ക് മാത്രം പള്ളിയിൽ വരും, പെരുന്നാളിന് നേരത്തെ വരും. പക്ഷേ 5 നേരത്തെ നമസ്കാരം അവർക്ക് പ്രയാസമാണ്. 5 നേരത്തെ നമസ്കാരം പ്രയാസമാണ്. ചില ആളുകൾ ചിന്തിക്കുന്നത് പ്രായമായി ഒരു ഹജ്ജൊക്കെ നിർവഹിച്ചിട്ട് പിന്നെ നമസ്കാരം പതിവാക്കാം, അന്ന് മുതൽ തുടർന്നു പോകാം. പ്രായമായി അന്ന് മുതൽ നിസ്കരിക്കാൻ നമുക്ക് ആയുസ്സുണ്ടെന്ന് ആരാ നമ്മെ പഠിപ്പിച്ചത്? ആരാ നമുക്ക് ഉറപ്പ് നൽകിയത്? അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? ഏത് മനുഷ്യന്റെ ജീവിതം എവിടെ വെച്ചും അവസാനിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്യാണ ദിവസം ഒരു പെൺകുട്ടിക്ക് മേക്കപ്പെടുന്നത് 15,000 20,000 മുടക്കി മേൽക്കപ്പെടുകയാണ്. അനിസ്ലാമികമായ സർവ്വ കാര്യങ്ങളും അവിടെ നടക്കുന്നു. അവിടെ പിതാവിന് പോലും നമസ്കരിക്കുന്ന പിതാവിനും വധുവിനും വരനും പോലും നമസ്കാരമില്ല. അവിടെ വിവാഹ ഖുത്ബ നടത്തുന്നത് അറിയപ്പെടുന്ന പണ്ഡിതനായിരിക്കാം, ബാറക്കല്ലാഹു ലക്കും എന്നുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകാം. പക്ഷേ എങ്ങനെ ബറക്കത്തുണ്ടാകും? എങ്ങനെ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകും? അള്ളാഹുവിന്റെ മുന്നിൽ കുമ്പിടാൻ അവൻ ആ ദിവസം സമയമില്ല എങ്കിൽ പ്രിയമുള്ളവരെ, എത്ര നല്ല ഖുത്ബ നടത്തിയിട്ടെന്താണ്? എത്ര പേര് പ്രാർത്ഥിച്ചിട്ടെന്താണ്? ആ ദിവസം ളുഹർ നമസ്കരിക്കാൻ, അസ്ർ നമസ്കരിക്കാൻ അവന് സമയമില്ല എങ്കിൽ, ഒരു മൂലയിൽ മാറി നിന്ന് ഒരു 4 റക്അത്ത് നമസ്കരിക്കാൻ അവന് സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ആ കുടുംബത്തിന് ബറക്കത്തുണ്ടാവും? നമ്മൾ ഗൗരവമായി ആലോചിക്കണം. അതുകൊണ്ട് ഒരാൾ മുസ്ലിം ആണെങ്കിൽ അവർ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. 24 മണിക്കൂറും നമസ്കരിക്കാൻ റബ്ബ് പഠിപ്പിച്ചോ? ഇല്ല. 24 മണിക്കൂർ നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 5 വഖ്ത് നമസ്കാരം അതിൻ്റെതായ സമയത്ത് ഒരു വിശ്വാസി നമസ്കരിക്കണമെങ്കിൽ അവനാകെ 1 മണിക്കൂറിൽ താഴെയാണ് വേണ്ടത്.
ചില ആളുകൾ ചെയ്യുന്നത് പോലെ രാത്രിയിൽ സുബഹി മുതൽ ഇശാ വരെയുള്ള ഖളാ എന്നുള്ള ഏർപ്പാട് ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു ഏർപ്പാട് ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമാക്കേണ്ട ആവശ്യമേ ഇല്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, സലാത്തുൽ ഖൗഫ്, ഭയത്തിന്റെ സമയത്തുള്ള നമസ്കാരം. എന്താ ഭയത്തിന്റെ സമയത്തുള്ള നമസ്കാരം? ശത്രു അമ്പും വില്ലുമായി വാളുമായി നിൽക്കുന്ന സമയം, ഏറ്റുമുട്ടാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയം, വധിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയം, ശത്രുക്കൾ ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്ന യുദ്ധത്തിന്റെ ഭയാനകരമായ സാഹചര്യത്തിൽ എങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് സ്വലാത്തുൽ ഖൗഫ് അഥവാ ഭയത്തിന്റെ നമസ്കാരം. ആ സമയത്ത് പോലും നമസ്കാരം ഒഴിവില്ല. ആ സമയത്ത് ഒരു വിഭാഗം ആളുകൾ ശത്രുക്കളുടെ വരവിനെ കാത്ത് അവരെ പ്രതീക്ഷിച്ച് അവരെ പ്രതിരോധിച്ച് നിൽക്കണം, മറുവിഭാഗം വളരെ വേഗത്തിൽ നമസ്കരിക്കണം. അപ്പോൾ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും നമസ്കാരത്തിന് ഒഴിവില്ല എങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് കല്യാണത്തിന് നമസ്കാരം ഒഴിവാകും? വിനോദയാത്രകൾക്ക് നമസ്കാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, മറ്റുള്ള സമയത്ത് നമസ്കാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രായപൂർത്തിയായ മുസ്ലിമാണോ അവന് നമസ്കാരം നിർബന്ധമാണ്. നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ മക്കളെ എന്തെല്ലാം പഠിപ്പിക്കുന്നു, LKG മുതൽ അവർ പഠിച്ചു വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ അറിവായി നമ്മുടെ മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമസ്കാരത്തിലെ പ്രാർത്ഥന ചോദിച്ചു നോക്കൂ, നമ്മുടെ മക്കൾക്ക് പറയാൻ കിട്ടുമോ? ഫാത്തിഹ കൃത്യമായി അത് ഓതാൻ നമ്മുടെ മക്കൾക്ക് അറിയുമോ? ആ നമസ്കാരത്തിലെ അസ്കാറുകൾ, ദിക്ർ, നമ്മൾ എത്ര പേർ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥന അറിയുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ്? നമ്മൾ ഗൗരവമായി ആലോചിക്കണം. റുകൂഇൽ ചൊല്ലേണ്ടത് എന്താണ്? സുജൂദിൽ ചൊല്ലേണ്ടത് എന്താണ്? ആ നമസ്കാരത്തിലെ ഖുശൂഅ്, അതേപോലെ ത്വമഅനീനത്ത്, നമസ്കാരത്തിലെ ഭക്തി, നമസ്കാരത്തിലെ അടക്കം, ഒതുക്കം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും പഠിക്കാൻ നമുക്ക് സമയമില്ലാത്ത വല്ലാത്തൊരു ഓട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഓട്ടത്തിലാണ്, വല്ലാത്തൊരു ഓട്ടം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അദ്ദേഹം ഒരു കച്ചവടക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ കച്ചവടക്കാരന്റെ പ്രത്യേകത എന്നറിയോ? ആ കച്ചവടക്കാരൻ ജീവിതത്തിൽ ഓടിയത് മുഴുവൻ അദ്ദേഹത്തിന്റെ ദുനിയാവിന്റെ പിറകെയാണ്. നമ്മൾ പല ആളുകളും അങ്ങനെയാണ്. അതാരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഒരു ആത്മവിചാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ആരുടെ പിന്നാലെയാണ് ഓടുന്നത്? ദുനിയാവിന്റെ പിന്നാലെയാണോ? ദീനിന്റെ പിന്നാലെ ഓടാൻ നമുക്ക് സമയമുണ്ടോ? പരിശുദ്ധ ഖുർആന്റെ പിന്നാലെ ഓടാൻ നമുക്ക് സമയമുണ്ടോ? ഒരു ഉത്ബോധനം വെച്ചാൽ കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ? ഒരു വെള്ളിയാഴ്ച അല്പം നേരത്തെ ഒരു ഖുത്ബ തുടങ്ങുന്ന സമയത്തെങ്കിലും, അല്ലെങ്കിൽ അതിന്റെ ആദ്യ സമയത്തെങ്കിലും എത്താൻ നമുക്ക് സാധിക്കാറുണ്ടോ? എവിടെയാണ് നമ്മൾ? ഏതിന്റെ പിന്നാലെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ പല ആളുകളും വല്ലാത്ത ഓട്ടത്തിലാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓടുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം മരണാസന്നമായ സമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾ അദ്ദേഹത്തെ ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും ആ കച്ചവടക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ വേണ്ടി കുടുംബക്കാർ ആവശ്യപ്പെടുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് 100, 1000, 100ഉം 1000ന്റെയും 10,000ന്റെയും കണക്കാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ജീവിതത്തിന്റെ അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് കച്ചവടത്തിന്റെ കണക്കുകളാണ്. എന്താ കാരണം? ഓടിയത് മുഴുവൻ ദുനിയാവിന്റെ പിന്നാലെയാണ്. അതുകൊണ്ട് ജീവിതത്തിന് അവസാന നിമിഷവും അതാണ് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഓട്ടം എന്തിന്റെ പിന്നാലെയാണ്? നമ്മൾ ഗൗരവമായി ആലോചിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അതിശക്തമായ ഒരു വാചകമുണ്ട്, ലാ തത്റുഖുസ് സലാത്ത് മുതഅമ്മിദ, നിങ്ങൾ ഒരിക്കലും മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിക്കരുത്. ഫഇന്നഹു മൻ തറക്കസ് സലാ മുതഅമ്മിദൻ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ല. നിങ്ങൾ മനഃപൂർവ്വം നമസ്കാരം ഒഴിവാക്കിയാൽ നിങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയിൽ നിന്ന് പടച്ചവൻ ഒഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത പടച്ചറപ്പിനില്ല. ആരാ പഠിപ്പിക്കുന്നത്? അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്ന് അറിയുമോ? നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ അവൻ മുസ്ലിം പേരുണ്ടാകും, പക്ഷേ അവൻ ഇസ്ലാമിൽ അബ്ദുല്ലാന്നോ അബ്ദുറഹ്മാനെന്നോ പേരുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഫാത്തിമയും അതേപോലെ ഏത് പേരുണ്ടായിട്ടും കാര്യമില്ല. ആ മനുഷ്യനെ കാഫിർ എന്നാണ് ആളുകൾ വിളിച്ചത്, പണ്ഡിതന്മാർ വിളിച്ചത്. അവൻ കാഫിറാണ്. ഇസ്ലാമിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ വിധി അവൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവനാണ്. ഇനി ഒരു മനുഷ്യന് നമസ്കാരം അറിയാത്തവനാണെങ്കിൽ അവന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ 3 ദിവസത്തിലധികം 3 ദിവസം അവനോട് തൗബ ചെയ്യാൻ പറയണം. പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ലാ യഹില്ലു ലഹു സിവാജ്. അങ്ങനെ ആ പഠിപ്പിച്ചു കൊടുത്തിട്ടു നമസ്കാരം നിർവഹിക്കാൻ തയ്യാറല്ല എങ്കിൽ ലാ യഹില്ലു ലഹു സിവാജ്,
ഒരു മുസ്ലിമത്തായ ഒരു പെണ്ണിനെ അവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇനി നമസ്കരിക്കാത്തൊരു പിതാവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയാണെങ്കിൽ മകളുടെ വലിയാകാനുള്ള അഥവാ ഒരു വിവാഹം നടത്തി കൊടുക്കാനുള്ള യോഗ്യത ആ വലിയനില്ല. ഇനി നമസ്കരിക്കാത്തവൻ അനന്തര സ്വത്ത് കിട്ടുകയില്ല. പണ്ഡിതന്മാർ പറയാൻ അവന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതാ നമസ്കരിക്കാത്തവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ട ആവശ്യം പോലുമില്ല. അവന്റെ മയ്യത്ത് കഫൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? മുസ്ലിമല്ല. മുസ്ലിമായിട്ട് ജീവിച്ചാലല്ലേ അവന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ, കഫൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വലാ യുസല്ലി അലൈഹി, അവന്റെ മേൽ മയ്യത്ത് പോലും നിസ്കരിക്കേണ്ട ആവശ്യമില്ല. വലാ യുദ്ഫനു മഖാബിറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഖബറടക്കുന്ന മഖ്ബറയിൽ അവനെ അടക്കാൻ പോലും പാടില്ല എന്നാണ് ഉലമാക്കൾ നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ കുറിച്ച് എഴുതി വെച്ചത്. അതുകൊണ്ട് എന്തേ നാം ഇത് ഉൾക്കൊള്ളാതെ പോയത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായി നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരത്തിലേക്ക് വിളിച്ചപ്പോൾ അങ്ങാടിയിൽ കഥ പറഞ്ഞിരുന്നവരും കൂട്ടുകാരികളോടും മൊത്തം കഥ പറഞ്ഞിരുന്നവരും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ മൂടിപ്പുതച്ച് കിടന്നുറങ്ങിയവരുമാണ് നമ്മളെങ്കിൽ നമ്മൾ ആലോചിക്കുക, രാത്രിയിൽ നമ്മൾ പലപ്പോഴും ഫോണുകളിലാണ്, അതേപോലെ സോഷ്യൽ മീഡിയകളിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ അടുക്കൽ മലായിക്കത്തുകൾ കടന്നു വന്നു. ആ മലക്കുകൾ എന്നോട് പറഞ്ഞു, ഇൻതൊരി പ്രവാചകരെ പുറപ്പെടുക. ആ മലക്കുകളുടെ കൂടെ ഞാൻ പോയി. ഭീകരമായ ചില കാഴ്ചകൾ, ഖബറിൽ നടക്കുന്ന ശിക്ഷകളുടെ കാഴ്ചകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചു കൊടുത്തു. അതിലൊന്ന് ഞാൻ പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഞാൻ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു ചെരിഞ്ഞ പ്രദേശമായിരുന്നു അത്. ആ ചെരിഞ്ഞ പ്രദേശത്ത് ഒരു മനുഷ്യനെ കിടത്തിയിട്ടുണ്ട്. ആ ചെരിഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് ഒരു മലക്ക് ഭീമാകാരമായ ഒരു കല്ല് ആ മനുഷ്യന്റെ തലയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ച ഞാൻ കണ്ടു. ആ മനുഷ്യന്റെ തല പൊട്ടിച്ചിതറുന്നുണ്ടായിരുന്നു. ആ കല്ലുരുണ്ട് താഴേക്ക് പോയി. ആ ശിക്ഷിക്കുന്ന വ്യക്തി, ആ മലക്ക് ആ കല്ലിന്റെ പിന്നാലെ പോവുകയും ആ കല്ലെടുത്ത് തിരിച്ചു വരികയും ചെയ്തു. ആ സമയത്ത് ആ തല വീണ്ടും പഴയ രൂപത്തിലായി തീർന്നിട്ടുണ്ട്. ഈ ഭീകരമായ കാഴ്ചയെക്കുറിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലദീ യനാമു അലാ സ്വലാത്തിൽ മക്തൂബ, ഫർദ് നമസ്കാരങ്ങളുടെ സമയത്ത് തല ഉയർത്താത്ത മനുഷ്യനാണവൻ എന്ന് മറുപടി ലഭിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്, ഖുർആൻ കേട്ടിട്ട് ഹദീസുകൾ കേട്ടിട്ട് ജീവിതത്തിൽ പകർത്താത്തവനാണ് അവൻ, അതിന് വില കൊടുക്കാത്ത മനുഷ്യൻ. ഈ രണ്ട് രൂപത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് വളരെ ഗൗരവമായി ഇബാദത്തുകളെ ചേർത്ത് പിടിക്കാൻ, പ്രത്യേകിച്ച് നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ബാക്കിയുള്ള എല്ലാ ഇബാദത്തുകളിലും ഏറ്റവും നന്നായി മുന്നേറാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റജബ് മാസത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഇന്ന് അമലുകൾ പഠിക്കുന്നത്, കർമ്മങ്ങൾ പഠിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾക്കും വലിയ പതിലുകൾ, ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള മെസ്സേജുകൾ വരും. ഇന്ന കർമ്മം ചെയ്താൽ ഇത്ര കൂലി, ഇന്നത് ചൊല്ലിയാൽ ഇത്ര പ്രതിഫലം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ പടച്ചുവിടുകയും അതൊക്കെ വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ഒരുപാട് ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ റജബ് മാസം, നമുക്കറിയാം റജബ് മാസത്തിന്റെ പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ പവിത്രമാക്കി. ആ പവിത്രമാക്കിയ മാസങ്ങളിൽ പെട്ടതാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ അതിൽ പെട്ടതാണ് റജബ്. അപ്പൊ അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ ആ റജബ് മാസത്തിന് ആ ഒരു പവിത്രതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു കർമ്മം പോലും ചെയ്യണമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. കാരണം സഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് വെച്ചെടുത്ത് അവർ കാല് വെച്ചു. എന്തിനാ അവിടെ കാല് വെച്ചത്? എൻ്റെ പ്രവാചകൻ അവിടെ കാല് വെച്ചു, അതുകൊണ്ട് ഞാനും അവിടെ കാല് വെച്ചു. നമുക്ക് കാണാം ഹദീസുകൾ സഹാബികൾ പറയുമ്പോൾ ചില സഹാബികൾ ചിരിക്കും.
എന്നിട്ട് അവർ ചോദിക്കും, എന്തിനാ ഞാൻ ചിരിച്ചതെന്ന് അറിയുമോ? ഈ ഹദീസ് എൻ്റെ റസൂലുള്ള പറഞ്ഞപ്പോൾ പ്രവാചകൻ ചിരിച്ചു, അതുകൊണ്ടാണ് ഞാനും ചിരിച്ചത്. ചില സമയത്ത് ഹദീസുകൾ പറയുമ്പോൾ സഹാബികൾ ഇങ്ങനെ തോളിൽ കൈവെക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് ഞാൻ തോളിൽ കൈവച്ചതെന്ന് അറിയുമോ? എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ തോളിൽ കൈവച്ചിട്ടുണ്ട്, അതാണ് ഞാനും തോളിൽ കൈവച്ചത്. ചില ഹദീസുകൾ പറയുമ്പോൾ സഹാബികൾ ചിരിക്കും. എന്നിട്ട് പറയും, എന്തിനാണ് ഞാൻ ചിരിച്ചതെന്ന് അറിയുമോ? എന്റെ പ്രവാചകൻ ഈ ഹദീസ് പറഞ്ഞപ്പോൾ ചിരിച്ചിട്ടുണ്ട്, അതാണ് ഞാനും ചിരിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് എങ്ങനെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാമോ അതിനേക്കാൾ ഏറെ പ്രവാചകനെ പിൻപറ്റിയവരാണ് സ്വഹാബത്ത്. അവർ റജബ് മാസത്തിൽ ഒരു കാര്യം പുണ്യമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാമതായി ഏറ്റവും അധികം മുൻകടന്ന് ചെയ്യുന്നത് അവരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റജബ് മാസത്തിൽ പ്രത്യേകമായി ഒരു പുണ്യകർമ്മവും ചെയ്യാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബത്ത് ആരും അങ്ങനെ നിർവഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ അകപ്പെടുന്ന ഒരു തെറ്റിദ്ധാരണ, ചില മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ ചില റജബുമായി ബന്ധപ്പെട്ട് ചില കർമ്മങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടാണ്, ഇന്ന പണ്ഡിതൻ പറഞ്ഞില്ലേ, ഇന്ന ഉലമാ പറഞ്ഞില്ലേ, ഇന്ന മഹാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ചിലത് നമ്മുടെ മുന്നിലേക്ക് വരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം, ഏത് പണ്ഡിതൻ പറഞ്ഞാലും അദ്ദേഹം ആ പണ്ഡിതൻ അത് ശരിയാണ് എന്നോർത്ത് പറഞ്ഞതാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് അത് സ്ഥിരപ്പെടാത്ത കാലത്തോളം ഏത് മഹാനായ പണ്ഡിതൻ പറഞ്ഞാലും അത് സ്വീകരിക്കൽ നമുക്ക് ബാധ്യതയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, റജബിൽ ഉംറ നിർവഹിക്കുന്നതിന് പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും റജബ് മാസത്തിൽ ഉംറ നിർവഹിച്ചിട്ടില്ല. അപ്പൊ റജബ് മാസത്തിൽ പ്രത്യേകമായി ഉംറ നിർവഹിച്ചാൽ ഒരു കൂലിയുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. രണ്ടാമത്, റജബിൽ സ്വലാത്തു റാഗിബ് എന്ന പേരിൽ ഒരു നമസ്കാരം, അഥവാ പ്രത്യേകമായ ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരു നമസ്കാരം, ആ പേരിൽ ഒരു നമസ്കാരം സ്ഥിരപ്പെട്ടു വന്നിട്ടേയില്ല. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിപ്പിച്ചത് ദാലിക ബാത്തിലും, അത് ബാത്തിലാണ്. അങ്ങനെ നിസ്കാരമേ റജബ് മാസത്തിൽ വന്നിട്ടില്ല. നിർവഹിക്കുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിസ്കാരമില്ല. മൂന്നാമത്, റജബുമായി ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥന, ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലഗ്നാ റമളാൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പലരും സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഹദീസ് ദുർബലമാണ്. ആ ഹദീസിന്റെ ദുർബലതകൾ എണ്ണി അവർ പറയുന്നുണ്ട്. പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന വന്നിട്ടില്ല. പിന്നീട് റജബ് 27 പ്രത്യേകമായി സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഒരു സുന്നത്ത് നോമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, ഹാഫിദ് ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറയാണ്, ലം യരിദ് ഫീ ഫദ്ലി ശഹരി റജബിൻ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ഷൈഇൻ മിൻഹു മുഅയ്യിൻ. ആ രൂപത്തിൽ റജബ് മാസത്തിൽ പ്രത്യേകമായ ശ്രേഷ്ഠതയുള്ള ഒരു നോമ്പ് അങ്ങനെ പ്രത്യേകമായി വന്നിട്ടില്ല. റജബിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത് നോമ്പ് നോൽക്കുന്നതോ അതിന്റെ രാവിൽ പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്നത് സൂചിപ്പിച്ചുകൊണ്ട് തെളിവിന് കൊള്ളാവുന്ന ഒരു ഹദീസ് വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. ചുരുക്കത്തിൽ റജബ് മാസം 4 പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. ആ മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നുള്ളതിന് ആധികാരികമായ തെളിവ് നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നുള്ളത് വ്യത്യസ്തങ്ങളായ അഭിപ്രായമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റജബ് മാസം 4 പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. പക്ഷേ ആ റജബ് മാസത്തിൽ പ്രത്യേകമായി നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു സുന്നത്തും ഒരു ദിക്റും ഒരു പ്രാർത്ഥനയും ഒരു നോമ്പും അല്ലാഹുവിന്റെ പ്രവാചകനോ സഹാബത്തോ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. സഹാബത്തിൽ നമുക്ക് അങ്ങനെ ഒരു മാതൃക കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അത്തരത്തിൽ വ്യാപകമായി എത്ര പോലിശയോടുകൂടി ഷെയർ ചെയ്യപ്പെട്ടാലും അതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അബദ്ധങ്ങളും വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അവരുടെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും റഹ്മാനെ. അല്ലാഹുവേ, നിനക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുവാൻ, നന്മകൾ വർദ്ധിപ്പിക്കുവാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നന്മകളുടെ മാർഗത്തിൽ മുന്നേറാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും റഹ്മാനെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പലസ്തീനിൽ ഉൾപ്പെടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹുവേ, നീ ശക്തിയും ആഫിയത്തിനെയും
ധൈര്യത്തെയും ഈമാനിനെയും പ്രദാനം ചെയ്ത അനുഗ്രഹിക്കുക റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ.